അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചിക്കൻ ലോലിപോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ ലോലിപോപ്പ് വീട്ടിൽ അതേ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. പിന്നെ കൂടെ വെച്ച ചട്നിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണണം കേട്ടോ. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഉപ്പ്, ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 കപ്പ്, മൈദ 2 കപ്പ്, ഓയിൽ വറക്കാൻ ആവശ്യത്തിന്, ചിക്കൻ ലോലിപോപ്പ് പീസസ്, വെള്ളം. പിന്നെ നമുക്ക് ചിക്കൻ ഷോപ്പിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള ലോലിപോപ്പ് പീസസ് കിട്ടും. ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 2 കപ്പ് മൈദ, ഇത് 2 കപ്പ് മൈദയുണ്ട്. കോൺഫ്ലവറിൻ്റെ നേരെ ഡബിൾ വേണം മൈദ എടുക്കാൻ. പിന്നെ 1 കപ്പ് കോൺഫ്ലവർ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ അരിപ്പൊടി. ലോലിപോപ്പ് നല്ല ക്രിസ്പിയായി വേണേൽ അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, സോയ സോസ് 2 ടേബിൾ സ്പൂണ്, ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്, മുട്ട 1, ഉപ്പ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഈ തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. കുറച്ചുകൂടി ലൂസാക്കാം, ഒരുപാട് ലൂസായി പോവാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്ററിലേക്ക് ലോലിപോപ്പ് പീസസ് ഇട്ട് വെക്കണം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് വിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പീസ്
ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായി വെന്ത് കിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക, പിന്നെയും മീഡിയം ഫ്ലെയിം, അങ്ങനെ ഫ്ലെയിം മാറ്റി മാറ്റി വേണം ഫ്രൈ ചെയ്യാൻ. ഞാനിവിടെ കളറിന് വേണ്ടി ഒന്നും ഇട്ടില്ല, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ സോയാ സോസ് ഇടുമ്പോൾ ഇവിടെ പറഞ്ഞ അളവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോയാ സോസ് കൂടിപ്പോയാൽ ലോലിപോപ്പിൻ്റെ കളറ് ബ്ലാക്ക് ആയി പോവും. ഇപ്പോൾ ലോലിപോപ്പ് റെഡിയായി. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ ലോലിപോപ്പ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ചട്നിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചട്നി ഓരോ പ്രാവശ്യം കഴിക്കാൻ എടുക്കുമ്പോഴും ചൂടാക്കിയിട്ട് കഴിക്കുക. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ആ ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.